Once again, welcome back to KC's Classes. KC's Classes in എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇത് വലിയൊരു തിയറി പേപ്പറാണ്, അതുകൊണ്ട് തന്നെ SCക്ക് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. സോ ഞാൻ അതുകൊണ്ട് തന്നെ 4 SC ആണ് വരാം. ഓപ്ഷൻസ് കുറച്ച് കൂടുതൽ വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ SCക്ക് വന്നിട്ടില്ലെങ്കിൽ ചിലത് 5 മാർക്കിന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറയുന്ന ചോദ്യങ്ങൾ എന്തായാലും നോക്കി പോകുക. മോസ്റ്റ്ലി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് SC കിട്ടും. പിന്നെ ചില ചോദ്യങ്ങൾ അത് 5 മാർക്കിൻ്റെലേക്ക് മാറാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ്. നിർബന്ധമായും നോക്കാം കേട്ടോ. ഓൺട്രപ്രണേഴ്സ് നമുക്കിത് SCക്ക് ചോദിച്ചില്ല എങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ പല ടീമുകൾ 2 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ SCക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് അതിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വിമൻ ഓൺട്രപ്രണേഴ്സിനെ പറ്റിയുള്ള ചോദ്യം. സോ വിമൻ ഓൺട്രപ്രണേഴ്സ് ആരാണ്? ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഓൺട്രപ്രണേഴ്സ്. അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. വിമൻ ഓൺട്രപ്രണേഴ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യം പല പേപ്പറിലും കാണാറുള്ളതാണ്. അതാണിപ്പോൾ നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ള. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യമാണ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഇൻ ഇന്ത്യ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കീ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ. ഇത് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്കും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇൻ ഇന്ത്യ ഈ 2 എണ്ണത്തിൻ്റെയും ഫീച്ചേഴ്സ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. എമർജിങ് trends in entrepreneurship development. ഇത് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്കും വരാൻ സാധ്യതയുണ്ട്. 2നും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. എമർജിങ് ട്രെൻഡ്സ്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. അടുത്തതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ സ്പെസിമെൻ, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പോണൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ കോമ്പോണൻസ് സ്പെസിമെൻ ഉണ്ട്, അത് നോക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എൻവിയോൺമെൻ്റൽ അനാലിസിസിൻ്റെ ടൂൾസ് 2 രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ SC ആയിട്ട്, അതല്ലെങ്കിൽ ടൂൾസിൽ ഇപ്പോൾ പെസ്റ്റൈലും സോട്ട് അനാലിസിസ്, അത് 5 മാർക്കിൻ്റെയിലേക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ടൂൾസ് ഫോർ 2നും സ്കോപ്പിലാണ്. ടൂൾസ് ഫോർ എൻവയോൺമെൻറ്റ് അനാലിസിസ് നോക്കാം. ഈ ടൂൾസിൽ എന്ന് പറയുന്നത് എന്താ, ഞാൻ പറഞ്ഞു പെസ്റ്റൈൽ, അതുപോലെ തന്നെ SWOT സോട്ട് അനാലിസിസ്, പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഒക്കെയാണ് വരുന്നത് ഇതിൽ പോർട്ടേഴ്സിൻ്റെ. അപ്പോൾ
ഇത് എസ്സേക്ക് ഇട്ടിട്ടില്ല എങ്കിൽ ഇത് 5 മാർക്കിന് വരും. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ള. ഇനി ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്താണെന്നും അതിൻ്റെ കോമ്പോണൻസ്, അതും രണ്ടിനും ഈക്വൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കോമ്പോണൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ നിർബന്ധമായും നോക്കുക. ഇതാണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം. ഇനി നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ഞാൻ എടുത്തു പറയുന്ന ചില ചോദ്യങ്ങൾ 5 മാർക്സിന് സ്കോപ്പ് ഉള്ളതാണ്. രണ്ടിനും ഈക്വൽ സ്കോപ്പുകളാണ്. കാരണം ഇവർ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറുകളിൽ 5 മാർക്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങൾ എസ്സേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ചോദ്യമാണ്. അത് 5 മാർക്കിനുള്ള സ്കോപ്പുള്ളോ സ്റ്റഡി മെറ്റീരിയൽ തന്നെ നോക്കിയാൽ കാണാം. ബട്ട് അത് എസ്സേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എസ്സേക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഈക്വൽ സ്കോപ്പ് എന്ന് പറയാൻ കാരണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ചോദ്യമാണ് ഇന്റർനാഷണൽ ഓൺട്രപ്രണർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകുന്നു, ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതും കൂടി നോക്കിയോ കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എസ്സേക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞു. ഇതിൽ ചില ചോദ്യങ്ങൾ രണ്ടിനും സ്കോപ്പ് ഉണ്ട്, പാർട്ട് ബിയിലേക്കും സിയിലേക്കും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ ചലഞ്ചസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ദെൻ കീ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇൻ ഇന്ത്യ നോക്കുക. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് നോക്കുക, അത് 5 മാർക്കിനും സ്കോപ്പ് ഉള്ളതാണ്. പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ് അതിൻ്റെ കോമ്പോണൻസ് നോക്കുക, സ്പെസിമെൻ. ദെൻ ടൂൾസ് ഫോർ എൻവയോൺമെൻറ്റ് അനാലിസിസ്, പെസ്റ്റൈൽ, സോട്ട്, പോർട്ടേഴ്സ്, 5 ഫോഴ്സസ്, അത് ചിലപ്പോൾ 5 മാർക്കിനും വരാം, എസ്സേക്കും വരാം. ദെൻ കോമ്പോണൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ നോക്കുക. ഇന്റർനാഷണൽ ഓൺട്രപ്രണർഷിപ്പ് നോക്കുക, ഫീച്ചേഴ്സ്, ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എസ്സേയും ചില ചോദ്യങ്ങൾ 5 മാർക്കിനും സ്കോപ്പ് ഉള്ളതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സും പാർട്ട് ബിയിലുള്ള 5 മാർക്സും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.